അപ്പൊ എല്ലാരും അറിഞ്ഞു കാണുമല്ലോ, ജനനായകൻ റിലീസ് മാറ്റിവെച്ച കാര്യം. അതായത് നാളെ ഇറങ്ങേണ്ട പടമായിരുന്നു. സോ കുറച്ചധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണും. അതായത് സെൻസർ ബോർഡിന്റെ ഇഷ്യൂ കാരണം, അതായത് 5 പേര് പടം കണ്ടതിനകത്ത് ഒരാൾക്ക് മാത്രം എന്തോ പ്രശ്നം. സോ അപ്പോൾ ആ ഒരാൾ കൊടുത്ത കംപ്ലൈന്റിന്റെ പുറത്ത് പടം ഇപ്പോൾ ആക്ച്വലി കോർട്ടിൽ നിൽക്കുകയാണ്. സോ കോർട്ടിന്റെ വിധി നാളെ രാവിലത്തേക്ക് വരത്തുള്ളെന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചത്. സോ യാ അത്ര പുതുമയുള്ള കാര്യമൊന്നും അല്ല വിജയ് പടത്തിന് ഇതുപോലുള്ള ഇഷ്യൂസ് വരുന്നത്. കാവലൻ്റെ റിലീസ് സമയത്ത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിരുന്നു. തുപ്പാക്കിയുടെ സമയത്താണെങ്കിൽ പ്രൊട്ടസ്റ്റും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. തലൈവയുടെ സമയത്ത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിരുന്നു. കത്തിയുടെ സമയത്താണെങ്കിൽ ശ്രീലങ്കൻ ഇഷ്യൂ ആയിരുന്നു. പുലിയുടെ സമയത്ത് ഫിനാൻസും ഡിസ്ട്രിബ്യൂഷനും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാര്യം. മെർസലിന്റെ സമയത്താണെങ്കിൽ GSTയും ആനിമൽ വെൽഫെയറിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സർക്കാർ സമയത്ത് ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞ് മാസ്റ്ററിന്റെ സമയത്താണെങ്കിൽ കോവിഡിനോടനുബന്ധിച്ചുള്ള റിലീസിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വാരിസിന്റെ സമയത്താണെങ്കിൽ ക്ലാഷ്, അങ്ങനെയുള്ള ലോ തിയേറ്റേഴ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലിയോയുടെ സമയത്ത് ലിമിറ്റഡ് ഷോസ് ആയിരുന്നു. ദെൻ ഫൈനലി ജനനായകൻ. റിലീജിയസ് ഇഷ്യൂസ് മാത്രമല്ല, അതിനകത്ത് ആക്ച്വലി ആർമിക്കാരുടെ എന്തോ ലോഗോസും സിമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഓൾമോസ്റ്റ് ഐ തിങ്ക് 21 കട്ടുകളാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. സോ അതെല്ലാം കട്ട് ചെയ്തു. ദെൻ വീണ്ടും കൊടുത്തപ്പോഴാണ് വീണ്ടും കുറേ ഇഷ്യൂസൊക്കെ പറഞ്ഞത്. ഒന്നാമതേ പടത്തിന് നല്ല ഹൈപ്പാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ കൂടെ വന്നപ്പോഴത്തേക്ക് ഒടുക്കത്തെ ഹൈപ്പായിട്ടുണ്ട്. എനിവേ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ അനദർ റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് ഗൈസ്.